CPM മൊത്തത്തിൽ ഔട്ടായിപ്പോയി. യുവത്വവും എല്ലാം നമ്മുടെ ഇപ്പോഴത്തെ തലമുറയും ഒക്കെ തന്നെ മാറ്റം ആഗ്രഹിക്കുന്നു. തുടക്കമാണ്. ഇപ്പോൾ നമുക്ക് 3 കിട്ടി, ഇനി അത് 30 ഞാനൊരു നിവാസിയാണ്. 40,000 വിലയുണ്ട്. നിയമത്തിന്റെ വിജയം എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ജയിച്ചത് വെറും 4,000 ഇത്രയും വോട്ടാണെങ്കിൽ ഞങ്ങൾക്കത് 40,000 വിലയുണ്ട്. കാരണം അത്രത്തോളം ഞങ്ങൾ കഴിഞ്ഞ 5 വർഷം ഞങ്ങളെ പറയുന്നത് നിയമത്തിന്റെ അക്കൗണ്ട് പൂട്ടിച്ച അക്കൗണ്ട് ഒരിക്കലും തുറക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ പ്രവർത്തകരെയും ഒക്കെ തന്നെ ഒരു എന്താ പറയുക, അവരൊക്കെ തന്നെ നിരുത്സാഹപ്പെടുത്തുന്ന രീതി, ഒരിക്കലും ഇങ്ങനെ നിയമത്തിൽ BJP പിടിക്കില്ല എന്ന് പറഞ്ഞ് വെറുപ്പിക്കുന്ന തരത്തിലുള്ള പ്രചരണങ്ങളും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ തീർച്ചയായിട്ടും നമ്മൾ ആ ജയിച്ചത് ഓരോ സാധാരണ പ്രവർത്തകരും ഇവിടുത്തെ ഓരോ ജനങ്ങളും ആഗ്രഹിച്ചതാണ്. അവരാഗ്രഹിച്ചു നിയമത്തൊരു മാറ്റം വേണമെന്ന്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞങ്ങൾ ജയിച്ചത്. ഇത് ഇവിടുത്തെ ഓരോ സാധാരണ പ്രവർത്തകരുടെയും വിജയമാണ്. നമ്മളുടെ ഒരു മാറ്റം, നിയമത്തൊരു മാറ്റം ആഗ്രഹിക്കുന്നു എന്നത് സാധാരണക്കാരായിട്ടുള്ള ഓരോ ജനങ്ങളും ആഗ്രഹിച്ച വിജയം തന്നെയാണ്. അപ്പോൾ അത് ആ വിജയത്തിന് ഒരു 10 ഇരട്ടിയല്ല, ഒരു 10,000 ഇരട്ടി തിളക്കം കൂടും. പ്രത്യേകിച്ച് ഞാനൊരു നിവാസിയാണ്. അതായത് എൻ്റെ വാർഡ് കരിമം വാർഡാണ്. ഒക്കെ തന്നെ അവിടെയൊക്കെ നമ്മൾ ലീഡ് ചെയ്തപ്പോൾ ഒരുപാട് സന്തോഷം. കാരണം നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ അപ്പുറം വിജയം നമുക്ക് കിട്ടിയതില്ല. ഒരുപാട് എത്രയോ കാലം ആയിട്ട് നമ്മൾ ആഗ്രഹിച്ചിരുന്ന വിജയം നമ്മുടെ കയ്യിൽ കിട്ടിയതിൽ അതൊരു വലിയൊരു തിളക്കം തന്നെയാണ്. അതിന് എത്ര പറഞ്ഞാലും നമ്മളൊക്കെ തന്നെ ഓരോരുത്തരും നമുക്ക് എന്ത് പറയണമെന്ന് തന്നെ അറിയാതിരിക്കുക ഞങ്ങളെല്ലാവരും. കാരണം നമുക്ക് അത്രയ്ക്കും സന്തോഷമായി. ഈ ഒരു നിയമം സീറ്റ് നമ്മൾ വിജയിച്ച് നമുക്ക്, കാരണം അവരെല്ലാവരും പറഞ്ഞു അക്കൗണ്ട് പൂട്ടിച്ച അക്കൗണ്ട് ഒരിക്കലും തുറക്കില്ല, നിയമത്തിനല്ല നമ്മുടെ BJPക്ക് ഒരു അക്കൗണ്ട് വരില്ല എന്ന രീതിയിൽ പറഞ്ഞു. പക്ഷെ നമ്മൾ ഒന്നല്ല, നമുക്ക് 3 അക്കൗണ്ട് നമുക്ക് തന്നു. ഇത് ജനങ്ങൾ ആഗ്രഹിച്ച മാറ്റമാണ്. തീർച്ചയായിട്ടും ഭരണവിരുദ്ധ വികാരവും ഒക്കെ തന്നെ ഉണ്ട്. നമുക്ക് എന്തായാലും ഒരുപാട് സന്തോഷമാണ് നിയമത്തിൽ ഈ ഒരു അക്കൗണ്ട് വന്നതിൽ. കഴക്കൂട്ടം മാത്രമല്ല, നിയമം, കഴക്കൂട്ടം, ചാത്തന്നൂർ. ആദ്യ വിജയം ഞങ്ങൾ കേട്ട ചാത്തന്നൂർ ഗോവഞ്ചേൻ്റെ അതാണ്. അപ്പോൾ ഞങ്ങൾ തീർച്ചയായും ഒരുപാട് സന്തോഷം. കാരണം നമ്മൾ പ്രതീക്ഷിച്ചതാണ്. പക്ഷേ എന്നാലും പല എക്സിറ്റ് പോളുകളും ഒക്കെ തന്നെ പറഞ്ഞപ്പോൾ ഞങ്ങളും കുറച്ച് സംശയിച്ചു. പക്ഷേ എന്നിരുന്നാൽ പോലും വളരെ നമുക്ക് ഒരു ഭയങ്കര പോസിറ്റീവായിട്ടുള്ള ഫീലിംഗ് ആയിരുന്നു. കാരണം ജനങ്ങളൊരു മാറ്റം ആഗ്രഹിക്കുന്നതിൻ്റെ ആദ്യത്തെ തുടക്കം ഞങ്ങൾക്ക് കിട്ടി. ആദ്യത്തെ വിജയം ഞങ്ങൾക്ക് കിട്ടിയത് എൻ്റെ ചാത്തന്നൂർ മണ്ഡലം സ്ഥാനാർത്ഥിയായിട്ടുള്ള ഗോപമാഷിൻ്റെ ആ ഒരു ഇതായിരുന്നു. അതിന് ഒരുപാട് സന്തോഷം. കാരണം എല്ലാവരും ഞാൻ സൂചിപ്പിച്ച പോലെ എല്ലാവരും മാറ്റം ആഗ്രഹിക്കുന്നു. അതിൻ്റെ ഒരു തുടക്കമാണ്. ഇപ്പോൾ നമുക്ക് 3 കിട്ടി, ഇനി അത് 30 ഇനി അതിൽ കൂടുതൽ 30 അതിൻ്റെ ഇരട്ടിയാവും. ഞങ്ങളുടെ വിജയം ഞങ്ങൾ ഇനി തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കും. അതിന് യാതൊരു സംശയമില്ല. ബാക്കിയുള്ള സംസ്ഥാനങ്ങളുടേതും ഒക്കെ തന്നെ നമുക്ക്, കാരണം മമതയൊക്കെ തന്നെ തൂത്തെറിഞ്ഞു. ഞങ്ങൾ മൊത്തം ഞാൻ കണ്ടില്ല. പക്ഷെ നമ്മൾ അവിടെ നിന്ന് കണ്ടപ്പോൾ ബംഗാളും ഒക്കെ തന്നെ ഞങ്ങൾ പിടിച്ചു. അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം. നമ്മുടെ 28, 22 നമ്മുടെ കയ്യിൽ വന്നു. ഇതൊക്കെ തന്നെ ഒരുപാട് സന്തോഷം തോന്നുന്നു. കാരണം യുവത്വവും എല്ലാം നമ്മുടെ ഇപ്പോഴത്തെ തലമുറയും ഒക്കെ തന്നെ മാറ്റം ആഗ്രഹിക്കുന്നു. കാരണം അവർക്കറിയാം വികസനം കൊണ്ടുവരണമെങ്കിൽ, നമ്മുടെ നാടിന് നല്ലത് വരണമെങ്കിലും ഒക്കെ തന്നെ NDA സർക്കാർ വരണം എന്ന് അവർക്ക് വ്യക്തമായിട്ട് അറിയാം. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത്രയും നമുക്ക് വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിക്കാനായിട്ട് നമുക്ക് 3 സീറ്റ് കേരളത്തിൽ കിട്ടാനും അതുപോലെ ബാക്കി സ്ഥലങ്ങൾ സംസ്ഥാനത്തൊക്കെ തന്നെ നമുക്ക് ഇങ്ങനെ ഭരണം പിടിക്കുവാനും ഒക്കെ തന്നെ സാധിച്ച തീർച്ചയായിട്ടും എല്ലാ ജനങ്ങളും ഒരു മാറ്റം ആഗ്രഹിക്കുന്നു. അതിനൊരു ഉദാഹരണം തന്നെയാണ്. നമുക്കിപ്പോൾ കോർപ്പറേഷനിൽ 2 മണ്ഡലങ്ങളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. CPM മൊത്തത്തിൽ ഔട്ടായിപ്പോയി. നമുക്ക് 2 മണ്ഡലം നമുക്ക് BJPക്ക് കിട്ടി, മറ്റേത് ഘടകകക്ഷിക്കാണെങ്കിൽ പോലും ഒരെണ്ണം കോൺഗ്രസിനും കിട്ടി. അപ്പോൾ അവിടത്തേക്കും അവിടെ CPMന്റെ സ്ഥാനം നിങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാകും. തിരുവനന്തപുരം നഗരസഭയിൽ ഇപ്പോൾ CPM എന്ന് പറഞ്ഞ അവരില്ല. CPM മൊത്തത്തിൽ ഔട്ടായി പോയ സാഹചര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ 3 മാസത്തെ ഭരണം ഞങ്ങൾ വന്നപ്പോൾ മുതൽ ഞങ്ങൾക്ക് സൈബർ അറ്റാക്കിങ് ഞങ്ങൾക്ക് തുടങ്ങിയതാണ്. ഒന്നും നടക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ 3 മാസത്തെ ഞങ്ങളുടെ ഭരണത്തിന്റെ ഒരു വിജയം തന്നെയായിട്ടാണ് ഞങ്ങൾ തിരുവനന്തപുരം നഗരസഭയുടെ ഭരണത്തിന്റെ വിജയം തന്നെയായിട്ടാണ് ഞങ്ങൾ ഈ ഒരു വിജയം കാണുന്നത്. കാരണം നമുക്കത് നിയമമായാലും കഴക്കൂട്ടമായാലും നമ്മൾ വിജയിക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ വട്ടിയൂർക്കാവിലും തിരുവനന്തപുരം സെൻട്രലിൽ ഞങ്ങൾക്ക് നല്ല മുന്നേറ്റം ഉണ്ടാക്കാനും സാധിച്ചു. തീർച്ചയായിട്ടും ഞങ്ങളുടെ ഭരണത്തിന്റെ ഒരു വിജയം തന്നെയായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇനി ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ 3-4 മാസമേ ആയിട്ടുള്ളൂ. പക്ഷേ ഇനി ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരാനുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ MLA-മാരുണ്ട് നമുക്കിപ്പോൾ. അപ്പോൾ എന്തായാലും നല്ല പ്രവർത്തനങ്ങളും വികസന പ്രവർത്തനങ്ങളൊക്കെ തന്നെ കൊണ്ടുവരാൻ സാധിക്കുമെന്ന് കുറച്ച് വിശ്വാസം.